ഇത് പുരുഷന്മാരിലും ഇത് കാണുന്നു. അവരും നേരത്തെ പ്രാപ്തരാകുന്നു, യൗവനയുക്തരാകുന്നു, മെച്ചൂറാകുന്നു. അവരെ എന്തുകൊണ്ട്? ശരീരം കൊണ്ട് മാത്രമേ ഉള്ളൂ. ഇത്തരം വ്യക്തി മാനസികമായിട്ട് അതിലേക്ക് ഇപ്പോഴും പോകുന്നില്ല. ഈ ഒരു ഇംബാലൻസ് നമ്മളിത് കാണുന്നു. അത് ആക്ച്വലി ഒരു സമൂഹത്തിന് ഒരു ദോഷമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ആ ഒരു വീക്ഷണത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ ഇന്നിപ്പോൾ എപ്പോഴാണ് നമ്മൾക്ക് കുട്ടികളെ കുട്ടികളായിട്ട് കണക്കാക്കേണ്ടത്, എപ്പോഴാണ് ജൂനൈൽ കോടതിയിൽ ഇവരെ ശിക്ഷിക്കേണ്ടത്, എപ്പോഴാണ് അഡൽട്ട് കോടതിയിൽ ശിക്ഷിക്കേണ്ടത്, ഇത്യാദികൾ പോലും വ്യത്യാസപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് നീതിയുക്തം ചിന്തിക്കുന്നു, ഇങ്ങനെ തന്നെയാണോ വേണ്ടത് അല്ലയോ എന്നൊക്കെ ചിന്തിച്ചേക്കേണ്ട അവസ്ഥ പോലും വന്നിരിക്കുന്നു. അതായത് അപക്വമായ മനസ്സ്, പക്ഷെ വളരെ പക്വമായ ശരീരം, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇത്. സ്ത്രീകളിൽ അത് പറയുകയാണെങ്കിൽ അപക്വമായ ആർത്തവം തുടങ്ങിയതുകൊണ്ട് അവർ ശാരീരികമായി പ്രത്യുൽപാദനത്തിന് പ്രേരകമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ പീഡനം എന്നുള്ള രൂപത്തിലാണ് അതിൽ പ്രത്യക്ഷപ്പെടുന്നത്, പത്രമാസികകളിൽ കൂടെ വരുന്നത്. ചൂഷണം ചെയ്യപ്പെടുന്നു. അവരും തന്നെ വളരെ എളുപ്പത്തിൽ വീഴുന്നു. കാരണം ആ പ്രായം പക്വതയില്ലാത്തത് കൊണ്ട്, അവർ മാനസികമായിട്ടും പക്വമല്ലാത്തതുകൊണ്ട് അവരും വേഗത്തിൽ തന്നെ വീഴുന്നു. ഇതൊരു വളരെ ഒരു പ്രശ്നമാണ്. ഇപ്പം ഇത് ആർത്തവവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ, ആർത്തവമാണ് ഒരു സ്ത്രീയെ പരിപൂർണയായി അല്ലെങ്കിൽ അവർ പ്രത്യുൽപാദനത്തിന് പ്രാപ്തിയാക്കി എന്നുള്ള ഒരു മാനദണ്ഡമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആർത്തവ പ്രശ്നം എന്ന് പറയുന്നതിനോടുകൂടി അഡോളസൻ ഇതിൻ്റെ ഭാഗമായിട്ട് സെക്ഷുവൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും കൂടി ഡിസ്കസ് ചെയ്യുന്നു. ഫിസിക്കൽ ഇമ്മെച്യൂരിറ്റി, പക്ഷേ സെക്ഷുവൽ മെച്യൂരിറ്റി സ്കൂളിൽ എനിക്ക് തോന്നുന്നു ഒരു കരിക്കുലം ആക്കേണ്ടത് തന്നെയാണ്. വളരെ വളരെ അത്യാവശ്യം. ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ് ഒരു 8-9 ക്ലാസ്സിലേക്ക് വരുന്നതിൽ നിന്ന് മാറ്റി ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിൽ പോലും അതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിൽ പോലും ചെറിയ ടിപ്സോടുകൂടിയും നമ്മൾക്ക് പരാഗണങ്ങളും മുതലായ അതിൽ കൂടെ പോലും പഠിപ്പിച്ച് വരേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്വമാക്കി വരുത്തിയില്ലെങ്കിൽ സമൂഹത്തിന് തന്നെയാണ് അതിൻ്റെ ദോഷം. പിന്നെ അത് കൂടാതെ വരുന്നതാണ് മാഡം ഈ ഇറെഗുലർ മെൻസസ്. പല കുട്ടികളും കൗമാര പ്രായത്തിലെത്തിയ പല കുട്ടികളും നമ്മുടെ അടുത്ത് വരുന്ന ഒരു ഇറെഗുലർ മെൻസസ്, 2-3 മാസം കൂടുമ്പം മെൻസസ് വരുന്നു. ഇതിനെ പറ്റിയുള്ള മാഡത്തിൻ്റെ അഭിപ്രായം? അതെ, അതുകൊണ്ടല്ലോ നമ്മൾ കാണുന്നുണ്ട്. അത് അമ്മമാർക്ക് വളരെ ആശങ്കയാണ്. മെൻസസ് വന്നാൽ എല്ലാ മാസം വന്നോളണം, കമ്പ്യൂട്ടർ ചിപ്പ് അകത്തിരിക്കേണ്ടെന്നുള്ള മട്ടാണ്. അത് വന്നില്ലെങ്കിൽ അയ്യോ എന്ത് പറ്റി? 2 തരത്തിലുള്ള ആശങ്കയായിരിക്കും. അവർക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്നുള്ളതായിരിക്കും വേറെ, പക്ഷേ അവർ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഉള്ളതുള്ള ആശങ്കയും ഉണ്ടാവാം. അതുകൊണ്ട് മാതാക്കളും പിതാക്കളും ഇവരെ നമ്മളെ വലിച്ചഴിച്ച് കൊണ്ടുവരുന്നത് എന്തുതരം ആശങ്കയാണെന്ന് നമുക്ക് തന്നെ അറിയില്ല. പക്ഷെ നമ്മൾക്കറിയാം, നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ കുട്ടികൾ വളരെ ഇന്നസെൻ്റാണ്. അവരെ ചൂഷണപ്പെട്ടിരിക്കാൻ സാധ്യത കുറവാണ്. അവരുടെ ആർത്തവ ചക്രം കാരണം, അതായത് അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അവരുടെ പ്രത്യുൽപാദനപരമായ അവയവങ്ങൾ മെച്യൂരിറ്റി ആയിട്ടില്ല എന്നതേ ഉള്ളൂ. സാവകാശം പറ്റുന്ന അത് മെച്യൂരിറ്റിയിലെ ലെവലിലേക്ക് ആകുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ ആർത്തവ ചക്രങ്ങൾ ആയി വരുന്നതേ നോർമൽ ആകാനായിട്ട് ഒരു മിനിമം ഒരു 2-3 കൊല്ലം എടുക്കാം. ഒരുപാട് പേരിൽ അങ്ങനെ എടുക്കാം. ഇതിന് കണക്കും തോതുമൊന്നുമില്ല. 50%, 60% എന്ന് പറഞ്ഞാൽ ഒരു കണക്കും തോതുമൊന്നും എങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ മെച്യൂരിറ്റി കുറച്ച് കാലം നീണ്ടു നിൽക്കാം. വെറുതെ നമ്മൾ അവർക്ക് അവസരം കൊടുത്താൽ അത് മെച്യൂർ ആകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് 2-3 വർഷം കൊണ്ട് അത് നോർമലാകാം. അതിന് ചികിത്സകൾ വേണ്ട. തിരിച്ച് മറിച്ച് അവരെ സാവകാശം അവരെ കൗൺസിൽ ചെയ്ത് സമാധാനിപ്പിച്ചാൽ മതി. വേണമെങ്കിൽ നമ്മളെ എല്ലാ വർഷവും വന്ന് കണ്ടോളൂന്നോ അല്ലെങ്കിൽ എല്ലാ 6 മാസം വേണമെങ്കിൽ വന്ന് കണ്ടോളൂന്നോ പറഞ്ഞു വന്നാൽ മതി. അപൂർവം ചില കുട്ടികളിൽ ആർത്തവം ഒരുപാട് അതിപ്രസരമായ രക്തസ്രാവം എന്നുള്ള നിലയിലും കൊണ്ടുവരാം. അന്നേരമാണ് നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ ഗാഢമായിട്ട് ചിന്തിക്കേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വളരെ വീക്കായിട്ട് വരാം. പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കുറയുന്നു. അവർക്ക് പറ്റുന്നില്ല. കാരണം അവരുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറഞ്ഞിരിക്കുന്നു. അവർക്ക് എണീറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാണ്ട് വരുന്നു. ക്ലാസ്സിൽ ഉറക്കം തൂങ്ങുന്നു. ശ്രദ്ധക്കുറവ് കാണുന്നു. അവർ പ്രതീക്ഷിച്ച ഒരു തരത്തിലും നിലവാരത്തിൽ പെരുമാറുന്നില്ല എന്ന് കാണുന്നു. ഇത്യാദികൾ അമ്മമാരെ അവരുടെ ചിലപ്പോൾ മടിയെന്ന് വ്യാഖ്യാനിക്കാം. അപൂർവം ചില അമ്മമാർക്ക് മനസ്സിലാകുന്നുള്ളൂ അത് ഇവർക്കുണ്ടായേക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളുടെ അടുത്തേക്ക് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് അയ്യോ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്, വൈകിപ്പോയല്ലോ ഇവരെ കൊണ്ടുവന്നത്. ഈ ഇത്രയും ഹീമോഗ്ലോബിൻ കുറഞ്ഞ അവസ്ഥ വരെ ഇവരെ വീട്ടിൽ വെച്ചിരുന്നല്ലോ എന്ന് തോന്നാറുണ്ട്.
ചിലപ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് കിട്ടാറുണ്ട്. അവർക്ക് നമ്മൾക്ക് വേണ്ട വിധത്തിലുള്ള ടെസ്റ്റുകളും പരിശോധനകളിൽ കൂടെയും അവർക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് വേണ്ടുവോളമുള്ള ഹൈറ്റ് മെച്യൂരിറ്റി കിട്ടണം. അതൊക്കെ ഇപ്പം നോക്കുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് നോക്കുന്നത്. ഇവർക്ക് വേണ്ട ഹൈറ്റ് എത്തിയിട്ടുണ്ടോ, എസ്പെഷ്യലി അവരുടെ വേണ്ടുവോളമുള്ള ഹൈറ്റ് എത്തിയിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം ചില മരുന്നുകളൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. ചില മരുന്നുകൾ നമുക്ക് അതൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച് അതിന് ചിലപ്പോൾ നമുക്കൊരു പീഡിയാട്രീഷ്യൻ്റെ സഹായം വേണ്ടി വരിക്കാം. ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻസ് അവരെ അസസ് ചെയ്തെന്ന് വരാം. അവർക്ക് അവരുടെ ഇത്രയേ അവർക്ക് ഇനി ഹൈറ്റ് എത്തുകയുള്ളൂ, ഇനി ഇതിൽ കൂടുതൽ ഹൈറ്റ് എത്തൂല ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മൾക്ക് മോഡിഫൈ ചെയ്യാം ട്രീറ്റ്മെൻറ്റ്. ഇല്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്, താൽക്കാലിക ശമനങ്ങൾക്ക് വേണ്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പക്ഷേ എത്ര തന്നെയായാലും നമ്മൾക്ക് ന്യൂട്രീഷണൽ തെറപ്പി വളരെ ഇമ്പോർട്ടൻ്റ്. അവർക്ക് കൊടുക്കുന്ന ആഹാരം നമ്മൾ അസസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന പോഷകാഹാരം കിട്ടുന്നുണ്ടോ, കാൽസ്യം, അയേൺ ഇത്യാദികൾ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കൂടുതൽ ചുഴിഞ്ഞറിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് പുറമേൽ നിന്ന് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തി അവരെ ഭേദപ്പെടുത്തി കൊണ്ടുവന്നിരുന്നാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അമ്മമാരെയാണ് ഇത് പഠിപ്പിക്കേണ്ടി വരിക. ചില മരുന്നുകൾ നിത്യനിദാനം കഴിക്കേണ്ടതാണ്. വിട്ടുപോയാൽ അതിന് മോശം സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുന്നതാണ്. അത് പിറ്റേ ദിവസം വീണ്ടും ബ്ലീഡിങ് വരാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കുട്ടികളെ ഏൽപ്പിക്കാൻ പറ്റുന്നതല്ല. അമ്മമാർ തന്നെ മുൻകൈ എടുത്ത് അത് അവരെ സമയാസമയങ്ങളിൽ സൂപ്പർവൈസ് ചെയ്ത് കൊടുക്കാം. വേറൊരു വ്യക്തി ഇത് കണ്ടിട്ട് അതിനെ തെറ്റിദ്ധാരിക്കാം, അയ്യോ ഇതെന്താ ഗർഭനിരോധന ഗുളികയാണോ ഈ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് ഈ അമ്മ. അപ്പോൾ ഇവരെ വേറെ വല്ലതിനുമാണോ അവർ ഉപയോഗിക്കുന്നത്? ഇത്തരം തെറ്റായ ധാരണകൾ സംശയങ്ങൾ ഉണ്ടായേക്കാം. അപ്പോഴാണ് നമ്മൾ അതിൽ നിന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇത് ഗർഭനിരോധത്തിനും ഉപയോഗിക്കാം, ഇത്തരം കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അതുകൊണ്ട് തെറ്റിദ്ധാരണജനകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക, അവരെ എക്സ്പോസ് ചെയ്യാതിരിക്കുക, അതിന് വേണ്ടുവോളം സ്വകാര്യത സൂക്ഷിച്ച് അവർക്ക് മരുന്നാണെന്നുള്ള മട്ടിൽ അത് കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അത് കുട്ടികളെയും അമ്മമാരെയും അച്ഛന്മാരെയും ഇരുത്തിയാണ് നമ്മൾ സംസാരിച്ച് ഈ അഡോളസെൻ്റ് ഹെൽത്ത് ക്ലിനിക്കുകളിൽ നമ്മൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഡോക്ടർ, വേറെ എന്തൊക്കെ കാരണങ്ങളാൽ ഈ മെൻസസ് കൂടുതലുണ്ടാവാം? സാധാരണ ഫിസിയോളജിക്കലായിട്ടുണ്ടാവാം എന്ന് പറഞ്ഞു, നമ്മുടെ തലച്ചോറ് പക്വം ആകുന്നതിന് മുമ്പ് വേറെ എന്തൊക്കെ കാരണങ്ങൾ വേറെ എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു? ചിലപ്പോൾ ശരിയാണ് ഡോക്ടറെ ചോദിക്കുന്നത്. ചില കുട്ടികൾക്ക് ജന്മന കൊയാഗുലേഷൻ ഡിഫക്ട്സ് ഉണ്ടാവാം. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കൊയാഗുലേഷൻ അബ്നോർമാലിറ്റി ഹീമോഫീലിയാണ്. ഓക്കെ, അത് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പൊതുവിലെ ആൺകുട്ടികൾക്കാണ് ഉണ്ടാവുക. അപൂർവമായ സ്ത്രീകളിൽ ഹീമോഫീലിയ ഉണ്ടാവുള്ളൂ. പക്ഷെ വേറെ കോയഗുലേഷൻ ഡിഫക്റ്റ് ഉള്ള അസുഖങ്ങളുണ്ട്. വോൺ വില്ലി ബ്രൗൺസ് ഡിസീസ് എന്നൊക്കെ പറയപ്പെടുന്ന ഡിസീസുകൾ, പ്ലേറ്റ്ലെറ്റ് ഡിസീസസ് ഇത്യാദികളൊക്കെ, പ്ലേറ്റ്ലെറ്റ് ഡിസീസൊക്കെ ജന്മനാ കിട്ടാം. അങ്ങനത്തെ ഉള്ളതൊക്കെ കൊണ്ടും ഇവരുടെ ആർത്തവം കൂടുതലാവാം. അല്ലെങ്കിൽ തൈറോയിഡും ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത് ശരിയാണ്, ഒരു പരിധിവരെ ശരിയാണ്. പക്ഷെ തൈറോയിഡും അപക്വമായിരിക്കും ഈ പ്രായത്തിൽ. അതും ഗ്രന്ഥിയും പക്വമാവാൻ സമയം എടുക്കാറുണ്ട്. അപ്പം ഒരു പക്ഷെ നമ്മൾ അതിനെ ഓവർ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും ചിലപ്പോൾ ഞാൻ സംശയിക്കാറുണ്ട്. അല്ലെങ്കിൽ ഓവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും സംശയിക്കാറുണ്ട്. കാരണം പല ഗൈഡ് ലൈനുകളും ഡെവലപ്ഡ് രാജ്യങ്ങളിലെ ഗൈഡ് ലൈനിൽ തൈറോയ്ഡ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ അഡോളസൻ മെനോറാജിയ അല്ലെങ്കിൽ അഡോളസൻ ബ്ലീഡിങ് എന്നുള്ള ഒരു പ്രോഗ്രാമിൽ തൈറോയ്ഡ് ഗ്രന്ഥി തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്തിരിക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ അതിൻ്റെ പ്രധാന കാരണം തൈറോയ്ഡ് ഗ്രന്ഥി പലപ്പോഴും തൈറോയ്ഡ് വലുതായി തന്നെ തൊണ്ടമുഴ കാണുന്നുണ്ട് കുട്ടികളിൽ. അത് അവർ മെച്യൂർ ആകുമ്പോൾ താനേ കുറയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇത് കൂടുതലായതുകൊണ്ട് നമ്മളിത് ടെസ്റ്റിങ്ങളിൽ കൂടെ നോക്കി അവരെ ചികിത്സിക്കാറുണ്ട്. അപ്പോഴും അവരുടെ ഈ പറഞ്ഞ ആർത്തവ വ്യവസ്ഥതയിലുള്ള അബ്നോർമാലിറ്റി കൺട്രോളായി കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം പല കുട്ടികളും 10ൽ പഠിക്കുന്ന 12ൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഇത് എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം പൊതുവിൽ പാശ്ചാത്യ രാജ്യത്തിലെ സൂക്കടം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതായത് കുട്ടി അപക്വമായി പെരുമാറുന്നു മെൻസസിന് തൊട്ട് മുമ്പ്. അനാവശ്യമായ അവിടെ ഇവിടെയൊക്കെ വേദനയുണ്ടെന്ന് പറയുന്നു, പിന്നെ ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്നു, മൂടെങ്ങാണ്ട് പോയി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇങ്ങേയറ്റം കൊലപാതകം വരെ നടത്തുന്നു എന്ന് പറയുന്നു. അമേരിക്കയിൽ ചില സ്റ്റേറ്റുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഒരു സ്ത്രീ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തേക്കുന്ന പ്രീ മെൻസ്ട്രുവൽ ആണെങ്കിൽ വക്കീലന്മാർ പോലും അത് വളച്ചൊടിച്ച് അവരുടെ ആ സമയത്തെ മാനസികാവസ്ഥയാണെന്ന് പറയപ്പെടുന്നതും അതുകൊണ്ട് അവർക്ക് ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്നതെന്ന് പറയുന്നതും റിക്വസ്റ്റ് ചെയ്യുന്നതും വരെ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അത് ശരിയായിരിക്കാം ഒരു പക്ഷേ.
ആ പ്രക്രിയ ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം ഹോർമോണുകളുടെ അതിർപ്രസരമാണ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടിയിരിക്കുന്നതുകൊണ്ട് നമ്മളുടെ ശരീരത്തിലുള്ള വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ, സോഡിയം പൊട്ടാസ്യം ഇത്യാദികളുടെ വ്യത്യസ്തതകൾ അനുഭവപ്പെടുന്നതുകൊണ്ടും മൂഡുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിനു വേണ്ട ചികിത്സകൾ നമ്മൾ നോക്കിയും കണ്ടും അളന്നും ഇവരെ മനസ്സിലാക്കിയും നമ്മൾ കൊടുക്കാറുണ്ട്. ടു സം എക്സ്റ്റെൻറ്റ് നമ്മൾ സൈക്കോളജിസ്റ്റുകളുടെ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ വരെ സഹായം ഉൾപ്പെടുത്തി നമ്മൾ അതിലേക്ക് ചെയ്യുന്നു. പിന്നെ ബിഹേവിയറൽ തെറപ്പിസ്റ്റുകളുടെയൊക്കെ സഹായം ഇതിലൂടെ, ഡയറ്റ്, എക്സസൈസ്, അവരുടെ ശ്രദ്ധ തിരിക്കൽ, ഇവർക്ക് വേറെ എന്തെങ്കിലും പ്രക്രിയ അതിൽ കൊടുക്കൽ ഇത്യാദികളിൽ കൂടെ പോലും നമ്മൾ ഇതിൽ ട്രീറ്റ്മെൻറ്റിൽ കൊടുക്കാറുണ്ട്. എല്ലായ്പ്പോഴും മരുന്നുകൾ മാത്രമല്ല ഇതിൻ്റെ ഒരു രീതി. പക്ഷേ ഇവർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. അത് നമ്മൾ പറഞ്ഞ കൗമാര യൗവന ദശകൾ, പിന്നെ ആർത്തവചക്രങ്ങളിൽ വേറെയും ദശകളിലും പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ ചില അമ്മമാർ, വളരെ കുറച്ച് ചില അമ്മമാർ നമ്മുടെ അടുത്ത് എൻ്റെ കുട്ടിക്ക് 16 വയസ്സായി അല്ലെങ്കിൽ 17 വയസ്സായി, ഇതുവരെ മെൻസസ് ആയില്ല. ഇങ്ങനെയുള്ള അമ്മമാരോട് നമ്മൾ എന്താണ് പറയേണ്ടത്? കറക്റ്റാണത്. 16 വയസ്സാണ് ഇപ്പോൾ ഒരു കട്ട് ഓഫ് പോയിൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. 16 വയസ്സായിട്ടും ആർത്തവം തുടങ്ങിയിട്ടില്ലെങ്കിൽ ആ കുട്ടികളെ നമ്മൾ നോക്കേണ്ടതാണ്, അവരെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇവർക്ക് ആർത്തവം തുടങ്ങാനായിട്ട് അവർ ചിലപ്പോൾ അപക്വമായ രീതിയിൽ ചിന്തിക്കുകയല്ല, നമ്മൾ വളരെ പക്വമായ രീതിയിൽ ചിന്തിക്കുകയാണ്. അവരൊരു പുരുഷനാണ് ജനിതകമായി, പക്ഷെ ബാഹ്യമായി ഫീനോട്ടിപ്പിക്കലി സ്ത്രീയാണ്. ജീൻ വഴി അവർ പുരുഷനാണ്, പക്ഷെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സൊക്കെ അവരെ സ്ത്രീയാണ്. അപ്പോൾ പുരുഷനായ ഒരു വ്യക്തിക്ക് എന്തായാലും ആർത്തവം ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ അപക്വമായ ഉള്ളിലുണ്ടാകുന്ന അവരുടെ ഓർഗനുകൾ പോലും സ്ത്രൈണമല്ല, അവരുടെ പുരുഷ സംബന്ധമാണ്. അങ്ങനെ പക്ഷെ അവർ ബാഹ്യമായി സ്ത്രീ ആയതുകൊണ്ടാണ് അവരെ സ്ത്രീയായി വളർത്തിയേക്കുന്നത്. സ്ത്രീയായി വളർത്തിയത് കൊണ്ട് അവർക്ക് വരാറില്ല. പക്ഷെ വേറെയും പല കണ്ടീഷനുണ്ട്. ഡോക്ടറെ ലൈക്ക് ക്രിപ്റ്റോമെനോറിയ എന്ന് പറയാറുണ്ട്. അതായത് ഉള്ളിൽ ആർത്തവം ഉണ്ടാവുന്നുണ്ട്, ബാഹ്യമായിട്ട് പുറത്തേക്ക് വരാനായിട്ട് അടവാണ്, വെറുതെ എന്തോ ഒരു പാളി വണ്ണം മൂടിയിരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് വരുന്നില്ല.